ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു മഴക്കാല സായാഹ്നം മനസ്സിൽ കാണും. കറുത്ത മേഘങ്ങൾ ആകാശം മുഴുവനും മൂടിയിരിക്കുന്നു. തണുത്ത കാറ്റ് മുഖത്തുകൂടി വീശുന്നു. അപ്പോഴാണ് ആദ്യത്തെ മഴത്തുള്ളി ഭൂമിയുടെ നെഞ്ചിലേക്ക് വീഴുന്നത്. ആ മണ്ണിൻ്റെ മണം, ആ അനുഭവം, ആ സമാധാനം. എന്തുകൊണ്ടാണ് ഒരു മഴയ്ക്ക് നമ്മുടെ മനസ്സിനെ ഇത്രയധികം സ്പർശിക്കാൻ കഴിയുന്നത്? കാരണം മഴ വെറും വെള്ളമല്ല, അത് പ്രതീക്ഷയാണ്, അത് പുതിയ തുടക്കമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരമൊരു മഴയുടെ കഥയാണ്. ഒരു ചെറിയ ഗ്രാമം, പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ ഗ്രാമം. ആ ഗ്രാമത്തിൽ രാമൻ എന്ന ഒരു വയോധിക കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, പ്രകൃതി ഒരിക്കലും മനുഷ്യരെ വഞ്ചിക്കില്ല, പക്ഷേ മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാക്കാൻ പഠിക്കണം. അദ്ദേഹത്തിനൊപ്പം എപ്പോഴും ഒരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊച്ചുമകൻ ചോദിച്ചു, മുത്തച്ഛ, മഴ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നത്? മുത്തച്ഛൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചു മാത്രം. സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ദിവസങ്ങൾ കടന്നുപോയി. വേനൽ കടുത്തു. ഭൂമി പൊട്ടി വരണ്ടു. കിണറുകൾ വറ്റി. പക്ഷികൾ വെള്ളം കിട്ടാതെ അലഞ്ഞു. മരങ്ങളുടെ ഇലകൾ വാടിത്തുടങ്ങി. ഗ്രാമത്തിൽ എല്ലാവരും ഒരേയൊരു വാക്ക് മാത്രം പറഞ്ഞു, ദൈവമേ, ഒരു മഴ പെയ്യണേ. പക്ഷേ മഴ വന്നില്ല. ഒരു ദിവസം കൊച്ചുമകൻ ചോദിച്ചു, മുത്തച്ഛ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? മുത്തച്ഛൻ ശാന്തമായി പറഞ്ഞു, മോനെ, വിത്ത് വിതച്ചു ഉടനെ വിളവ് കിട്ടുമോ? ഇല്ല. അത് മണ്ണിനിടയിൽ വളരാൻ സമയം വേണം. അതുപോലെ പ്രാർത്ഥനയ്ക്കും സമയമുണ്ട്, പ്രതീക്ഷയ്ക്കും സമയമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആകാശം പതുക്കെ മാറാൻ തുടങ്ങി. കറുത്ത മേഘങ്ങൾ വന്നു. കാറ്റു ശക്തമായി. ഇടിമിന്നൽ മുഴങ്ങി. ഗ്രാമത്തിലെ എല്ലാവരും വീടിന് പുറത്തേക്ക് ഓടി. ഒരു നിമിഷം, 2 നിമിഷം. അപ്പോൾ ഒരു മഴത്തുള്ളി, പിന്നെ മറ്റൊന്ന്. അങ്ങനെ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. കൊച്ചുമകൻ സന്തോഷത്തോടെ മഴയിലേക്ക് ഓടി. അവൻ കൈകൾ വിരിച്ചു. മഴത്തുള്ളികൾ മുഖത്ത് വീണു. അവൻ ചിരിച്ചു. മുത്തച്ഛൻ ആകാശത്തേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഇത് വെറും ഒരു മഴയല്ല, നൂറുകണക്കിന് കർഷകരുടെ പ്രതീക്ഷയാണ്. മുത്തച്ഛൻ പറഞ്ഞു, മോനെ, മഴ എല്ലാവരുടെയും മേൽ ഒരുപോലെ പെയ്യുന്നു. പക്ഷേ ഉഴുതൊരുക്കിയ നിലത്തിനാണ് വിളവ് ലഭിക്കുന്നത്. അതാണ് ജീവിതവും. സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ജോലി ഇല്ലായിരിക്കും, കടമുണ്ടായിരിക്കും, ബന്ധങ്ങൾ തകർന്നുണ്ടാകാം, ആരുമില്ലെന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. കാരണം ഏറ്റവും ഇരുണ്ട രാത്രികൾക്ക് ശേഷമാണ് സൂര്യൻ ഉദിക്കുന്നത്. ഏറ്റവും വലിയ വരൾച്ചയ്ക്ക് ശേഷമാണ് മഴ പെയ്യുന്നത്. മഴ മറ്റൊരു പാഠം കൂടി പഠിപ്പിക്കുന്നു. മഴ പെയ്യുമ്പോൾ ചിലർ ഓടി ഒളിക്കും, ചിലർ പരാതിപ്പെടും, പക്ഷെ ചിലർ മഴ ആസ്വദിക്കും. ജീവിതം അതുപോലെയാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. എന്നാൽ അവയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന അവസരം വന്നിട്ടില്ലായിരിക്കാം. പക്ഷേ അതുകൊണ്ട് സ്വപ്നം ഉപേക്ഷിക്കരുത്. സ്വയം തയ്യാറാവുക, പഠിക്കൂ, വളരൂ. കാരണം
മഴ എപ്പോൾ പെയ്യുന്നുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അത് പെയ്യുമ്പോൾ തയ്യാറായിരിക്കുന്നവരാണ് വിജയിക്കുന്നത്. അവസാനമായി ഒരു വാചകം മാത്രം. ജീവിതത്തിൽ മഴയെ പേടിക്കരുത്. കാരണം മഴയില്ലെങ്കിൽ മഴവില്ലും ഉണ്ടാകില്ല. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി എഴുതൂ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. കാരണം ഒരു ചെറിയ കഥ ഒരു മനുഷ്യൻ്റെ ജീവിതം പോലും മാറ്റിയേക്കാം. നന്ദി. വീണ്ടും മറ്റൊരു ഹൃദയസ്പർശിയായ കഥയുമായി കാണാം.